ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ബബിൾ മേക്കർ നമുക്ക് വേറെ 200 രൂപ ചിലവ് നമുക്ക് വീടുണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞൊന്നും ബോറടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട ബബിൾ മേക്കർ ഉണ്ടാക്കാൻ നമ്മളുടെ ചെറിയ സെവനപ്പിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം ഇതുപോലത്തെ ചെറിയ സെവനപ്പിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ മുകൾ ഭാഗം അല്പം കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കീറുമ്പോൾ അല്പം ശ്രദ്ധിക്കണം, കാരണം ഇത് നേരെ കീറിയില്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ മുറിയാൻ തന്നെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് മുറിക്കാനേ. അപ്പോൾ നമ്മൾ കുപ്പിയുടെ മുകൾ ഭാഗം ഇതുപോലെയാണ് കീറി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും കീറിയെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ കീറിയെടുക്കണം. അടുത്തതായി നമുക്ക് ഈ കുപ്പി ഉറപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് എടുക്കുന്നത്. നിങ്ങളതിൽ കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിലും അത് കീറിയെടുത്താലും മതിയാകും. നമ്മളെ പിന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു ചതുരാകൃതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളിതിപ്പോൾ ഒരു ചതുരാകൃതിയിൽ മുറിച്ചെടുക്കണം. നമുക്കിനി കീറിയെടുത്ത പ്ലാറ്റ്ഫോമിൽ നമ്മളെ കുപ്പി ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലത്തെ ഒരു പശയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ആ പശ ഉപയോഗിച്ചാലും മതിയാവും. നമ്മളെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പശ ഇവിടെ കുപ്പി ഉറപ്പിക്കുന്നതായി എടുക്കുന്നത്. അടുത്ത് നമ്മളെ ഗിയർ മോട്ടറൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നാണ് വെട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെട്ടിയെടുത്താൽ മതിയാവും. നമ്മൾ ഇതുകൊണ്ടാണ് ഇതിൽ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ വെട്ടിയെടുത്ത ഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടി സൈഡിലും ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒട്ടിച്ചിട്ട് നമുക്ക് കുപ്പിയുടെ അടുത്തായിട്ട് ആ സ്റ്റാൻഡ് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു ചെറിയൊരു കുപ്പിയിൽ അടപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആ ഹോളിലേക്ക് ഈ ആണി നമുക്ക് ഇറക്കി വെച്ചെടുക്കാം. നമ്മളിത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഈ അടപ്പും ആ ഗിയർ മോട്ടറും കൂടി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഗിയർ മോട്ടർ നിങ്ങളെ വീട്ടിലുള്ള സ്റ്റോറുകളിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ വില ഏകദേശം 110 രൂപയ്ക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്കിനി അതിനെ യോജിപ്പിച്ച് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഗിയർ മോട്ടറും ആ കുപ്പിയുടെ അടപ്പും തമ്മിൽ നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു CD ആവശ്യമുണ്ട്. ആ CD എന്ന് പറയുന്നത് നമുക്ക് ബബിൾ തെറിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ CDയിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതിയാവും. നമ്മളിപ്പം ആ സോൾഡറിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ പഴിപ്പിച്ച് ഹോൾഡ് കൊടുക്കുന്നത്. നിങ്ങൾ ഹോൾഡ് ആകുമ്പം അല്പം ഇടവിട്ട് ഹോൾഡ് എടുക്കാൻ നോക്കണം, എങ്കിൽ ആ ബബിള് നേരെ തെറിക്കത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ ആ ഗിയർ മോട്ടർ അടപ്പുമായിട്ട് ഒട്ടിച്ചെടുത്ത ആ സാധനം നമുക്കിനി ഈ CDയിലേക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ CD ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ പശ ഉപയോഗിച്ചൊട്ടിക്കണം. കാരണം നമ്മളത് കറക്കുമ്പോഴാണ് ഇത് ബബിൾസ് കയറുക. അപ്പം ഇത് കറങ്ങുമ്പോൾ ഒരിക്കലും ഇളകി പോകാൻ പാടില്ല. കാരണം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെറിയൊരു മിനി മോട്ടർ എടുക്കുന്നുണ്ട്. നമ്മളിത് എടുക്കുന്നത് ഇതിൻ്റെ കാറ്റ് കൊണ്ടാണ് ആ ബബിൾസ് എല്ലാം തെറിച്ച് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ മിനി മോട്ടർ ലീഫായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊരു ഭാഗം നമ്മൾ കീറിയെടുത്താലൊരു ദ്വാരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് ഈ CDയും ഗിയർ മോട്ടറായി ഒട്ടിച്ചത് നമുക്കിനി നമ്മൾ നേരത്തെ സെറ്റാക്കി ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് നിങ്ങൾ ഒട്ടിക്കുമ്പം CD ആ കുപ്പിയിൽ തട്ടാതെ കറക്റ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി എടുത്ത മിനി മോട്ടർ നമുക്കിനി ആ പ്ലാറ്റ്ഫോമിൽ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു പൊക്കം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ മിനി മോട്ടർ ഒരു അടപ്പിൽ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അടപ്പിന് നമ്മൾ നേരത്തെ സെറ്റാക്കിയ പ്ലാറ്റ്ഫോമിൽ ഒട്ടിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു സ്വിച്ച് എടുക്കുന്നുണ്ട്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ആ മിനി മോട്ടറും ഗിയർ മോട്ടറും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയൊരു സ്വിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആ സ്വിച്ച് ആ പ്ലാറ്റ്ഫോമിൽ ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെറിയ 2 വയറുകൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞ വയറും കറുത്ത വയറുമാണ്. അപ്പോൾ അതിൽ ആ മഞ്ഞ വയറ് മിനി മോട്ടറിൻ്റെ ഒരു ടെർമിനലും ആ കറുത്ത വയറ് മിനി മോട്ടറിൻ്റെ മറ്റൊരു ടെർമിനലും നമുക്ക് സെറ്റാക്കി എടുക്കാം. അത് നമ്മളിവിടെ സോൾഡറിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ
ചുറ്റി പിടിഞ്ഞ് വച്ചിരിക്കുന്നത്. നിങ്ങളതിൽ സോൾട്ടും ഉണ്ടെങ്കിൽ അത് ചെയ്ത് എടുത്താലും മതിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു മഞ്ഞ വയർ നമ്മൾ ഗിയർ മോട്ടറിൻ്റെ ഫസ്റ്റ് ടെർമിനലും നമ്മൾ അടുത്ത കറുത്ത വയർ ഗിയർ മോട്ടറിൻ്റെ അടുത്ത ടെർമിനലിലേക്ക് നമ്മൾ ചുറ്റി സെറ്റാക്കി കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ വയർ 1 മീറ്ററിന് 7 വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിലൊക്കെ അന്വേഷിച്ചാൽ ഈ വയർ കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മൾ അടുത്ത വയർ നമ്മൾ സ്വിച്ചിലെ ഒരു ടെർമിനലും ആ കറുത്ത വയർ സ്വിച്ചിലെ അടുത്ത ടെർമിനലും നമ്മൾ ചുറ്റി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ സ്വിച്ച് ഓണാക്കുമ്പം രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗിയർ മോട്ടറിലെ ഫസ്റ്റ് ടെർമിനലിലെ മഞ്ഞ വയറും മിനി മോട്ടറിലെ ഫസ്റ്റ് ടെർമിനലിലെ മഞ്ഞയും കൂടി തമ്മിൽ പിടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗിയർ മോട്ടറിലെ അടുത്ത ടെർമിനലിലെ കറുത്ത വയറും മിനി മോട്ടറിലെ അടുത്ത ടെർമിനലിലെ നമ്മൾ കറുത്ത വയറും കൂടി ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചുറ്റുന്നത് രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നേരത്തെ ആ സ്വിച്ചുമായി ഘടിപ്പിച്ച കറുത്ത വയർ നമുക്ക് ആ ഹൈപ്പർ ബാറ്ററിയിലെ ഒരു വയറുമായിട്ട് നമുക്ക് കൂട്ടിപ്പിടിച്ചെടുക്കാം. നമ്മളിൽ സോൾഡറിങ് ഇല്ലാത്തതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളതിൽ സോൾഡറിങ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ഇത് ഉരുക്കി വെച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഹൈപ്പർ ബാറ്ററിയിൽ നമുക്ക് അടുത്ത വയർ നമ്മൾ നേരത്തെ ആ മിനി മോട്ടറും ഗിയർ മോട്ടറുമായി കൂട്ടിപ്പിടിച്ച ആ കറുത്ത വയറിൽ നമ്മൾ ആ ഹൈപ്പർ ബാറ്ററിയിലെ കറുത്ത കൊണ്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ കണ്ട ആ സ്വിച്ചിലെ മറ്റ് ടെർമിനലിലെ ആ മഞ്ഞ വയർ നമ്മൾ നേരത്തെ കൂട്ടിപ്പിടിച്ച് വെച്ച മഞ്ഞ വയറും കൂടി നമുക്ക് ഒരുമിച്ച് കൂട്ടി വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബബിൾ മേക്കർ ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മൾ ഡൗട്ട് തോന്നും, നമ്മൾ എന്താണ് ഇവിടെ 2 ബാറ്ററി ഉപയോഗിച്ചത്. നമ്മൾ 2 ബാറ്ററി ഉപയോഗിക്കുന്നത് ഈ ഒരു ബാറ്ററിക്ക് ചാർജ് കുറയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ ബാറ്ററിന് എല്ലാ കണക്ഷനും കൊടുത്തപ്പോൾ അത് കറങ്ങുന്നില്ലായിരുന്നു. അതാണ് നമ്മൾ 2 ബാറ്ററി. ഇവിടെ നമ്മൾ ആ മിനി മോട്ടറിന് മാത്രം ഒരു ബാറ്ററിയും അല്ലാത്ത ഗിയർ മോട്ടറിലൊക്കെ മറ്റൊരു ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലെ മെയിൻ കണ്ടൻ്റാണ് ഷാമ്പു. അപ്പോൾ നമ്മുടെ 1/2 ഗ്ലാസ്സിന് 5 കവറ് ഷാമ്പു ആണ് പൊട്ടിച്ചെടുക്കുന്നത്. ഈ ഷാമ്പു നിങ്ങൾ വീടിനടുത്തുള്ള കടകളിൽ കിട്ടും, 1 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ 5 ഷാമ്പുവിന് ഇവിടെ 1/2 ഗ്ലാസ്സോളം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഷാമ്പു പൊട്ടിച്ച് വീഴ്ത്തിയതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മിനിറ്റ് വെച്ചിരിക്കണം. പണി പാടിയിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ 2 ഹൈപ്പർ ബാറ്ററിയും 1 ഗിയർ മോട്ടറും 1 മിനി മോട്ടറാണ് സെറ്റാക്കുന്നത്. പക്ഷെ നമുക്കിപ്പം ആ മിനി മോട്ടർ പ്രവർത്തിച്ചപ്പോൾ അത് കറങ്ങുന്നില്ല. എന്നാൽ അത് കറങ്ങിയാലേ നമുക്ക് ആ കുമിളകൾ വരൂ. അതുകൊണ്ട് നമ്മളിപ്പം വേറൊരു ട്രിക്ക് ആലോചിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടുപോയി. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു മിനി മോട്ടർ വെച്ചിട്ട് അതിൻ്റെ കാറ്റിൽ ബബിൾസ് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചത്. പക്ഷെ നമുക്കത് നടന്നില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത് വർക്കായില്ല. അതുകൊണ്ട് നമ്മളിപ്പം അത് ഊതിക്കൊണ്ട് ബബിൾ വരൽ നമുക്ക് കാണിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ നമുക്ക് വർക്കായില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയും കിട്ടിയ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിതുണ്ടാക്കുമ്പം നിങ്ങളിൽ മിനി മോട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതിയായിരിക്കും. നമ്മളെ അത് വർക്കൗട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. െങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.